പോരാട്ട ചൂടിൽ നിലമ്പൂർ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണങ്ങൾക്ക് മുന്നണികൾ മൂർച്ചുകൂട്ടുകയാണ്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണ് UDF ആയുധമാക്കിയിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷനെക്കുറിച്ചുള്ള പ്രസംഗം LDFും പ്രചാരണ വിഷയമാക്കി. തെരഞ്ഞെടുപ്പിൽ ചിഹ്നം ലഭിച്ചതോടെ പ്രചാരണത്തിൽ സജീവമാകുകയാണ് സ്ഥാനാർത്ഥികളെല്ലാം. നിലമ്പൂരിൽ നിന്ന് ദിലീപ് കുമാർ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദിലീപ്. നിലമ്പൂരിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ദിലീപ്? കടുത്ത ചൂടാണോ? അത് ഞാൻ ഉദ്ദേശിച്ചത് ഇലക്ഷൻ ചൂടാണ്. ഗുഡ് മോർണിംഗ്. രണ്ടും ചൂട് തന്നെയാണ്. അതായത് കാലാവസ്ഥയും ചൂടാണ്, രാഷ്ട്രീയ കാലാവസ്ഥയും ചൂടാണ്. സാധാരണ മഴ ലഭിക്കേണ്ട സമയമാണ്, പക്ഷേ നിലമ്പൂരിനെ സംബന്ധിച്ച് തെളിഞ്ഞ ആകാശമാണ്. രാഷ്ട്രീയ ചിത്രം പക്ഷേ കലുഷിതമായി തുടരുകയാണ്. ശക്തമായ പോരാട്ടമാണ് മുന്നണികൾ നടത്തുന്നത്. മാത്രമല്ല, സ്വതന്ത്രനായി PV അൻവറിന്റെ രംഗപ്രവേശം അത് ആരുടെ വോട്ടുകൾ കൂടുതൽ പിടിക്കും എന്നതും മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്നലെയായിരുന്നു സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി. അതിനുശേഷവും PV അൻവർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഈ മത്സര രംഗത്താകട്ടെ ക്ഷേമ പെൻഷൻ വിവാദം മുതൽ അവധി വിവാദം വരെയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കഘട്ടത്തിൽ വിവിധ വിഷയങ്ങൾ, മുഖ്യമന്ത്രിയുടെ പരാമർശം, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നേരത്തെ നൽകിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട പരാമർശം, അത് UDF ആയുധമാക്കിയപ്പോൾ പിന്നാലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ക്ഷേമ പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട പരാമർശം LDF പ്രചരണായുധമാക്കി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട അവധി വിവാദമാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് ചൂടുപിടിച്ച ചർച്ചയായിരിക്കുന്നത്. ബക്രീദുമായി ബന്ധപ്പെട്ട അവധി നേരത്തെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് ഇന്നായിരുന്നു, വെള്ളിയാഴ്ചയായിരുന്നു. പക്ഷേ സർക്കാർ അത് മാറ്റി. അത് മതസംഘടനകൾ തന്നെ അവരുടെ മതപണ്ഡിതരുടെ നിർദ്ദേശം, പെരുന്നാൾ എന്നത് മാസപ്പിറ കണ്ടതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ നിർദ്ദേശിച്ചത് ശനിയാഴ്ചയാണ്, നാളെയാണ് പെരുന്നാളെന്നാണ്. അതനുസരിച്ച് മന്ത്രിസഭാ യോഗം പെരുന്നാളിന്റെ ഇന്നത്തെ അവധി നാളത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ ഇന്നും നാളെയും അവധി അനുവദിക്കണം എന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി രാഷ്ട്രീയ സംഘടനകൾ ആ നിലയിലുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. നേരത്തെ അല്ലെങ്കിൽ അവധി നിർദ്ദേശിച്ചിരുന്നത് വെള്ളിയാഴ്ചയാണ്. അത് കണക്കാക്കി നിരവധി പേർ അവധിയെടുത്ത് നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. പെട്ടെന്നാണ് പൊടുന്നനെ ഈ നിലയിലുള്ള ഒരു അവധിയുടെ തീരുമാനത്തിൽ, അവധി ദിവസത്തിന്റെ കാര്യത്തിൽ ഒരു മാറ്റം മറിച്ചിലുണ്ടായത്. അത് വലിയ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നുകൂടി അവധിയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷമാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാനത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള അവധിയുടെ പ്രഖ്യാപനം വരുന്നത്. അത് ആ നിലയിൽ സർക്കാരിൽ തന്നെ ഒരു വലിയ ആശയക്കുഴപ്പം ഈ അവധിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അത് ഈ അവധി വിവാദം ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയമാക്കി മാറ്റാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ തീരുമാനമെടുത്തിട്ടുമുണ്ട്. ഇന്ന് ഈ ക്ഷേമ പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട് ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവരെ ഒന്നിച്ചണിനിരത്തുന്നതിനാണ് LDF ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് നിലമ്പൂരിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ സംഗമം, ക്ഷേമ പെൻഷൻ അവകാശമാണ്, അത് കൈക്കൂലിയല്ല എന്ന മുദ്രാവാക്യവുമായി ക്ഷേമ പെൻഷൻകാരുടെ ഒരു സംഗമം LDF ഇന്ന് രാവിലെ നിലമ്പൂരിൽ നടത്തുന്നുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങൾ, പ്രചാരണ വിഷയങ്ങൾ മാറി മറിയുകയാണ്. എങ്ങോട്ടാണ് നിലമ്പൂരിന്റെ കാറ്റ് ചായുകയെന്നത് ഇപ്പോഴും പ്രവചനാതീതമാണ്. നാളെ പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം മറ്റന്നാൾ മുതൽ വീണ്ടും പ്രചരണം പൊടിപാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. മന്ത്രിമാരുടെ പട തന്നെ ഇങ്ങോട്ട് മറ്റന്നാൾ മുതൽ എത്തുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു. ദിലീപ് കുമാറാണ് നിലമ്പൂരിൽ നിന്ന് ലേറ്റസ്റ്റ് രാഷ്ട്രീയ കക്ഷികൾ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേർന്ന്